ഹലോ ഗൈസ്, കാർലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വോയിസ് ഇട്ടിട്ട് കുറച്ച് അധികം നാളായി കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് തിരക്കുകളൊക്കെ വന്നുകൊണ്ടാണ് വോയിസ് എടുത്ത് നമുക്ക് വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടാതെ വന്നത്. അപ്പോൾ നമ്മൾ ഷോർട്സ് ആയിട്ട് കുറേ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഫുൾ വർക്കിൻ്റെ വീഡിയോകൾ കുറേ ഇട്ടിട്ടില്ല. നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. നമുക്ക് കുറച്ച് സമയപരിമിതികളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് വോയിസ് ഇട്ടിട്ട് ഫുൾ വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ ഒരു ക്രെറ്റയുടെ ഒരു വർക്ക് വന്നപ്പോഴത്തേനും അതങ്ങ് നമുക്ക് വോയിസ് ഇട്ടിട്ട് ചെയ്തേക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ പുതിയ മോഡൽ ഏറ്റവും പുതിയതല്ല, അപ്പോൾ അതിന് മുമ്പുള്ള മോഡൽ ക്രെറ്റയിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതിൻ്റെ മ്യൂസിക്കും അപ്ഗ്രേഡേഷൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്ന കമ്പനി വരുന്ന സ്റ്റീരിയോയ്ക്ക് പിന്നെ അതിൻ്റെ അകത്ത് വന്ന സ്പീക്കറിനൊന്നും അത്ര ഔട്ട്പുട്ട് കാര്യങ്ങളൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു മ്യൂസിക് സിസ്റ്റം വിത്ത് ആൻഡ്രോയിഡാണ് കസ്റ്റമർ പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് ആൻഡ്രോയിഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ 8 കോർ പ്രോസസ്സർ വരുന്ന ഷാർപ്പിൻ്റെ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള സെയിം മോഡലാണ്. അതിൻ്റെ അകത്ത് DSP കാര്യങ്ങളൊക്കെ വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആയും ഇൻഫിനിറ്റിയുടെ കമ്പോണൻറ്റ് സ്പീക്കറും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടാതെ നമ്മളിത് ഡാമ്പും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ക പെർഫെക്റ്റ് സൗണ്ട് നമുക്ക് ഔട്ട്പുട്ട് പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാമ്പൊക്കെ ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് മനസ്സിലാകും. അപ്പോൾ ഡാമ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ സ്പീക്കർ അപ്ഗ്രേഡേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ ഡാമ്പൊക്കെ ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കമ്പനി പോയി വരുന്ന ഒരു ഫിനിഷിൽ തന്നെ അത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ആമ്പ്, നമ്മൾ ഈ സ്പീക്കർ ചെയ്തിരിക്കുന്നത് ആമ്പ് വെച്ചിട്ടാണ്. സോണിയുടെ 2 ചാനൽ ആമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പോണൻറ്റ് സ്പീക്കർ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്ബോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ നെക്സ്റ്റ് ലെവൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ വിളിച്ച്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, വിളിച്ച് നമ്മളോട് ചോദിക്കുക. പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള ആക്സസറീസ് എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.